എന്റെ ഒരു ഫ്രണ്ട് നല്ല ചായക്കട എന്ന് പറഞ്ഞിട്ട് ദുബായിലൊരു ചായ കുടിക്കാനായിട്ട് കൊണ്ടുപോയത്. വലിയ ഹൈപ്പൊക്കെ തന്നെ കൊണ്ടുപോവാം. എത്തിയപ്പോ തന്നെ അവിടെ നല്ല തിരക്കുണ്ട്. എന്നെ ഇടങ്ങേറാക്കണ്ടെന്ന് വെച്ചിട്ട് ഇവനിങ്ങനെ ക്യാഷിലിരിക്കുന്ന പയ്യനോട് പെട്ടെന്ന് എടുക്കും മൂപ്പർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ഈ കാഷ്യർ ആണെങ്കിൽ ഭയങ്കര റൂഡ്. ഓനോടല്ല എല്ലാരോടും ഭയങ്കരമായിട്ട് ഇങ്ങനെ മാറിക്ക് ആ ചായ കുടിച്ച് അവിടെ വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം. ഇവൻ ഭയങ്കര ഇൻസൾട്ടഡ് ആയി. ഒന്ന് എന്നെ വിളിച്ച് വലിയ ഹൈപ്പിൽ കൊണ്ടുവന്നാണ്. ചായ തന്നു, ചായ കുടിച്ചു. ഞാൻ തന്നെ പൈസ കൊടുക്കാനായിട്ട് കൗണ്ടറിൽ പോയിട്ട് അടുത്തുനിന്ന് വെറുതെ നിങ്ങൾ ഇങ്ങനെ അല്ലല്ലോ എന്ന് ചോദിച്ചു. വെറുതെ എന്നെ അയാൾ ഇങ്ങനെ നോക്കി. ഞാൻ ആദ്യമായിട്ട് കാണാൻ എന്നെ അയാൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്നെ അറിയോ? നമ്മൾ അറിയും. ചെന്ത് കുത്തി അല്ല ഒന്നുമില്ല സാറേ. എന്നിട്ട് മൂപ്പര് എന്നെ അവോയ്ഡ് ചെയ്യാം. പൈസ കൊടുത്തു ഇറങ്ങാൻ നേരത്ത് ഞാൻ വീണ്ടും ഒന്ന് വിളിച്ചിട്ടുണ്ട് അസ്സലാമലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് എന്നെ കയ്യിൽ പിടിച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കണം. അനിയൻ ആക്സിഡന്റ് ആയി, വെല്ലൂരാണ്, മൂപ്പര് തൃശ്ശൂരാണ്, ആരും ഇല്ലാത്ത സ്ഥലമാണ്, ഉമ്മ പോയിട്ടേ ഉള്ളൂ, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂല, നിങ്ങളൊന്ന് ദുആ ചെയ്തേക്കണേന്ന് എന്റെ ചെവിയിൽ പറയാം. ഞാനിങ്ങനെ ഇറങ്ങിയിട്ട് നടക്കണം വണ്ടിയിൽ കയറാം. ഈ ഫ്രണ്ട് എന്നോട് സോറി പറയാം. ചായ അത്ര സുഖമായില്ലല്ലേ, അത്ര നല്ല സ്ഥലമായിരുന്നില്ല, ഞാൻ മുമ്പ് കുടിച്ചപ്പോ നല്ലായിരുന്നു. ഈ ചായയുടെ ടേസ്റ്റ് പോലും ഓന് ഇപ്പൊ ഇഷ്ടായില്ല, ബിക്കോസ് ഈ എക്സ്പീരിയൻസ് കാരണം. അപ്പൊ ഞാൻ മൂപ്പരോട് പറഞ്ഞു, എനിക്ക് അനിയനുണ്ടോ? ഉണ്ട്. നിന്റെ അനിയന് ഒരു ആക്സിഡന്റ് പറ്റി സർജറിക്ക് ICUവിൽ കയറ്റിയാൽ നീ ഒരാളുടെ മുന്നിൽ ചായ വിളമ്പാൻ നിൽക്കുവോ? പക്ഷെ അവന് നിൽക്കാൻ പറ്റി, എനിക്ക് നിൽക്കാൻ പറ്റൂല. എന്റെ കൂടെ പിറപ്പ് സർജറി ഹാളിൽ കിടന്നാലേ എനിക്ക് ചായ വിളമ്പിയിട്ട് ചിരിച്ചോണ്ട് ചായ കൊടുക്കാനൊന്നും പറ്റൂല. പക്ഷെ അവൻ അത് ചെയ്യാൻ പറ്റിയില്ലേ. അവനെ തിരിഞ്ഞ് എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞു, അവന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മനുഷ്യന്മാരുടെ ഉള്ളിൽ കിടക്കുന്ന സാധ്യതകളും പ്രയാസവും ഒന്നും അറിയാതെ നമുക്കങ്ങ് പെട്ടെന്നൊരു കടലാസിൽ എഴുതി ജഡ്ജ് ചെയ്ത് അങ്ങനെ പോയാല് തോറ്റുപോകുന്ന നമ്മളാ. പ്രശ്നം അയാൾ ഏത് അവസ്ഥയിലും നമുക്ക് മനസ്സിലാവില്ല. പുറമേ ഉള്ള ചട്ടക്കൂടിന്റെ അപ്പുറമുള്ള പ്രയാസത്തെ അറിഞ്ഞിട്ടെ അവരെ ചേർത്ത് പിടിക്കാനായിട്ടൊരു ശ്രമം, അതെനിക്ക് തോന്നുന്നു. ഞാൻ ഇലയിൽ ഇങ്ങനെ കാണുക.